സ്നേഹമുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻജി പറഞ്ഞത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. പറയുന്നു, തിരുത്തി പറയുന്നു, പിന്നെ അത് തന്നെ പറയുന്നു. കൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ദ മലക്കം മറിച്ചിൽ സ്പെഷ്യലിസ്റ്റ്. വളരെ പ്രതീക്ഷയോടെ ഇമ്മളെല്ലാരും നോക്കിക്കൊണ്ടിരുന്ന ബജറ്റ് കേട്ടപ്പോ ഇമ്മടെ തന്നെ കിളിപോയി. അതിനേക്കാൾ കിളിപോയത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻജിയുടെ വാക്കുകൾ കേട്ടപ്പോഴായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പൊ കിട്ടും. അത് തന്നെ, എല്ലാ രംഗത്തും ഇത്ര വേഗം പുരോഗതി കൈവരിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ചിന്തയിലും പ്രവൃത്തിയിലും ഞങ്ങളുടെ ജീമാരെ പോലെ പുറകോട്ട് പോകൂ. അപ്പൊ വേണമെങ്കിൽ കേരളത്തിന്റെ കാര്യം പരിഗണിക്കാം. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. ഈ ജിമാരുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങളല്ലേ. എന്തായാലും കേരളം പിന്നോക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റിൽ കേരളത്തിനെ പരിഗണിക്കാന്ന് പറഞ്ഞതോടെ മൂപ്പർ അങ്ങോട്ട് കയറിയിട്ടുണ്ട്, ഏറി കയറിയിട്ടുണ്ടെന്നേ. ആ ഏറി കയറിയതല്ല, കയറ്റിയതാ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ. എത്രമാത്രം വിചിത്രമായ വാദഗതികളാണ് ചിലര് ഉയർത്തിയത് എന്നത് നാം കണ്ടതാണ്. എത്ര അപഹാസ്യരാവുകയാണ് അവര് തന്നെ അതിലൂടെ എന്നതും കാണേണ്ടതായിട്ടുണ്ട്. ജോർജ് കുര്യൻജിയുടെ വളരെ മികച്ചൊരു കേരള വിരുദ്ധ പരാമർശത്തിലൂടെ ജിമാർക്ക് തലവേദന എടുത്തിരിക്കുകയാണ്. ജോർജ് കുര്യൻജി മാത്രമല്ലല്ലോ, സുരേഷ് ഗോപിജിയുടെ വകയും വേറൊരു പരാമർശം ഉണ്ടായിരുന്നല്ലോ. ഹൈ, ഉന്നത കുലജാതൻ ഈ ട്രൈബൽ വകുപ്പ് ഭരിക്കട്ടെ എന്നുള്ളത്. അങ്ങനെ രണ്ടാളും കൂടെ തനി സ്വഭാവം കിട്ടി പുറത്തേക്കെടുത്തു. രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ്. ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്തിന് കിട്ടുന്നത്? കേരള വിരുദ്ധ പരാമർശം നടത്തിയിട്ട് കേരളത്തിൽ ഇങ്ങനെ നെഞ്ചും വിരിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടാണോ അതോ നാല് പാടുന്നു അറഞ്ചം പുറഞ്ചം വിമർശനം വന്നിട്ടാണോ എന്നറിയില്ല. സംഭവം വിവാദമായപ്പോ തന്നെ ജോർജ് കുര്യൻജി നേരെ മലക്കം പറഞ്ഞു. I stated that if the Kerala government wants more share, they should reach or request the Finance Commission to give more share. For that, some criteria are there. They have to fulfill that. Then the government of India will act accordingly. That is what I sent. നൈസായി മലക്കം പറഞ്ഞത് കണ്ട. കേരള വിരുദ്ധ പരാമർശം നടത്തേ ഞാനോ? കാശും സഹായവും കിട്ടണമെന്നുണ്ടെങ്കിൽ ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടോ? എത്ര പെട്ടെന്നാണല്ലേ ജോർജ് കുര്യൻജി പറഞ്ഞതൊക്കെ മറന്നുപോയത്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, മുതലാളി മറന്നുപോയതാ. അങ്ങനെ പെട്ടെന്നൊരു വെളിപാടുണ്ടായി. ജോർജ് കുര്യൻജി പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ പിന്നെയും ജിമാർക്ക് സംശയം, ഇനി പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിമാനം വേണ്ട മാറ്റി പറയണ്ട, നമുക്കൊക്കെ എന്നും എതിർത്ത് സംസാരിച്ചാണ് ശീലം, അത് തന്നെ മതി ഇനി അങ്ങോട്ട്. സാമ്പത്തിക രംഗത്ത് നമ്മുടെ അരാജകത്വം, നമ്മുടെ സർക്കാർ കാണിക്കുന്ന കെടുകാര്യസ്ഥത, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു. കേരളത്തെ അപമാനിച്ച് സംസാരിച്ചതിൽ ഇവിടുത്തെ ബാക്കി ജിമാർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനു ഞങ്ങളുടെ ജോർജ് കുര്യൻജി അത് മാറ്റി പറയണം? അങ്ങനെ നേരം എടുത്തപ്പോ മാറ്റി പറഞ്ഞത് പിന്നെയും തിരുത്തി പറഞ്ഞു. അതായത് കേരളത്തെ തകർത്തിരിക്കുകയാണ് ഇടതുപക്ഷം 10 വർഷം. അതിനു മുമ്പ് UDF തകർത്ത് വെച്ചിരിക്കുകയായിരുന്നു, പൂർണ്ണമായിട്ട് തകർത്തു. അത് പൂർണ്ണമായിട്ട് തകർക്കാൻ വേണ്ടി UDF അതിന് പിന്തുണ കൊടുക്കുകയാണ്. LDFും UDFും കേരളം തകർത്തു, ഞങ്ങളുടെ ജിമാർക്ക് തകർക്കാൻ നിങ്ങൾ ആരും അവസരം തന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ രംഗത്തും കേരളത്തെ തകർത്തിരിക്കുകയാണ് LDF. സാമ്പത്തിക രംഗം, വിദ്യാഭ്യാസ രംഗം, ഇൻഡസ്ട്രി, അങ്ങനെയുള്ള എല്ലാ കാലത്തും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മോഡി വന്നതിന് ശേഷം അത് സംയുക്തമായിട്ട് ശ്രമിച്ചുകൊണ്ടായിട്ടുണ്ട്. കേരളം പിന്നിലാണെന്ന് വിളിച്ചു പറയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ. ആഹാ, പിന്നെ ജോർജ് കുര്യൻജി പറഞ്ഞ പോലെ മോദിജി ഉള്ളതുകൊണ്ട് നമ്മൾ മലയാളികൾ ജീവിച്ചു പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തുറന്നു പറയുക, ഞങ്ങൾ തകർത്തിരിക്കുന്നു കേരളത്തെ. സാമ്പത്തികമായിട്ട് തകർത്തിരിക്കുന്നു, വിദ്യാഭ്യാസമായിട്ട് തകർത്തിരിക്കുന്നു, ഇൻഡസ്ട്രിയലായിട്ട് തകർത്തിരിക്കുന്നു, എല്ലാം തകർത്തിരിക്കുന്നു. സത്യം പറയും ജോർജ് കുര്യൻജി, ഇങ്ങനെ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സുഖാണ് കിട്ടുന്നത്? ഈ ബജറ്റിൽ ബീഹാറിന് വാരിക്കോരി കൊടുക്കുകയും കേരളത്തിന്റെ കേന്ന് പോലും പറയാണ്ടിരിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾക്ക് ഒന്നും കേൾക്കുമ്പോ ഒന്നും തോന്നുന്നില്ലേ? മോദി സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആരും അതിനെ എതിർക്കുന്നില്ല. എതിർക്കുന്നതാകെ പിണറായി വിജയനും VD സതീശനും പിന്നെ മലയാള മാധ്യമങ്ങൾ. അതെ, വളരെ മികച്ചൊരു ഇതായിരുന്നു. കേരളം ഇന്ത്യയിലല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം ബജറ്റ്. അറ്റ്ലീസ്റ്റ് മുണ്ടക്കൈ, ചൂരൽമല പുനരധിവാസത്തിന്റെ കാര്യങ്ങളും ബജറ്റിൽ പറഞ്ഞില്ലല്ലോ അല്ലേ? വയനാട്ടിൽ മുഴുവൻ കാര്യങ്ങളും മോഡിയല്ലേ ചെയ്ത് വെളുപ്പിന് എഴുന്നേറ്റ് നിന്നോണ്ട്? വയനാട്ടിൽ മുഴുവൻ കാര്യങ്ങളും മോഡിയല്ലേ ചെയ്ത് വെളുപ്പിന് എഴുന്നേറ്റ് നിന്നോണ്ട്? കാലത്തെ തന്നെ നേരം വെളുക്കണല്ലോ ഈശ്വര, ലോകം അവസാനിക്കാറായോ? മുണ്ടക്കൈ
കൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോ ഞങ്ങളുടെ മോദിജി വെളുപ്പിന് എണീറ്റ് വന്നിട്ട് അവിടെ എല്ലാം വന്ന് നോക്കിയല്ലോ. മാത്രല്ല കുഞ്ഞുങ്ങളെ പോയി കൊഞ്ചിച്ചല്ലോ. അതുപോലെ ധനസഹായമൊക്കെ എന്തിനാന്നേ? കാശിനേക്കാൾ വലുതല്ലേ സ്നേഹം? അത് ഞങ്ങളുടെ മോദിജി അന്ന് വാരിക്കോരി തന്നിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്ത് എവിടെ എത്തി? സാമ്പത്തിക രംഗത്ത് ഒന്നാം സ്ഥാനത്താണോ? വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എത്ര ഉയർച്ചയിലായിരുന്നു? അത് തകർത്തില്ലേ? കുട്ടികളെല്ലാം ഓടിക്കുകയല്ലേ, കേരളത്തിൽ നിന്ന് ഓടിക്കുകയല്ലേ? ഇത് ഇതുവരെ തീർന്നില്ലേ? അപ്പോൾ അത് മോഡി ചെയ്യുന്നതല്ലാതെ കേരളത്തിലൊന്നുമില്ല. അല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ. കേരളത്തെ അധിക്ഷേപിച്ച് കേരളത്തിൽ നിന്നൊരു മന്ത്രി പരാമർശം നടത്തിയപ്പോ ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിച്ച് നമ്മളിൽ പലരും മൂക്കത്തി വിരൽ വെച്ചു. പിന്നീട് അത് തിരുത്തി പറഞ്ഞപ്പോ മലക്കം പറഞ്ഞാലും വേണ്ടില്ല, തെറ്റ് മനസ്സിലായല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ സമാധാനിച്ചു. ഇപ്പതേ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ നമുക്ക് മനസ്സിലാവില്ല ജോർജ് കുര്യൻജി. ADMK നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് PP ദിവ്യാണെന്നുള്ള ആരോപണം വന്നത് മുതല് നമ്മുടെ കോംറേഡ്സിന് ആകെ കൺഫ്യൂഷനാണ്. PP ദിവ്യനെ തള്ളിയാലും പാർട്ടിക്ക് ക്ഷീണാണ്, PP ദിവ്യനെ സംരക്ഷിച്ചാലും പാർട്ടിക്ക് ക്ഷീണാണ്. അവസാനം വേദനയോടെ ആണെങ്കിലും അങ്ങ് തള്ളി. ഇല്ല, അതിൽ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോയത്. അതിൽ ഞങ്ങൾ ADMന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് കൃത്യമായിട്ട് ഞങ്ങളെല്ലാം പറഞ്ഞു. പാർട്ടി ആ നിലപാടാണ് സ്വീകരിച്ചത്. ബാക്കി എല്ലാ അന്വേഷണവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളും ഗവൺമെൻറ് എന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യട്ടെ എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടി നവീൻ ബാബുവിന്റെ ഒപ്പാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിച്ചിട്ടും ആ കുടുംബത്തിന് അങ്ങനെ ഒരു തോന്നൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്നാലും ആ സമയത്തൊക്കെ എന്തായിരുന്നു അല്ലേ? PP ദിവ്യനെ കാണാനില്ലായിരുന്നല്ലോ. കേരള പോലീസ് എവിടെയൊക്കെ അന്വേഷിച്ചായിരുന്നു. PP ദിവ്യയെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോംറേഡ്സ് അന്വേഷിച്ചായിരുന്നു. അവസാനം എന്തായാലും PP ദിവ്യനെ കിട്ടി. ധീരന്മാരാണ് ജയിലിൽ കിടക്കുന്ന സഖാക്കള്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് PP ദിവ്യ സേഫാണ്. പുറമെ വലിയ സപ്പോർട്ടൊന്നും കിട്ടണില്ലെങ്കിലും നമ്മുടെ കോംറേഡ്സിന്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. ADM കൈക്കൂലി വാങ്ങിയെന്ന് ഒരു കൂട്ടർ, കൈക്കൂലി വാങ്ങുന്ന ആളല്ല ADM എന്ന് മറ്റൊരു കൂട്ടർ. ഇതിന്റെ നിജസ്ഥിതി ഈ നാടിൽ അറിയേണ്ടത്. ദിവ്യയുടെ പ്രസംഗം പല രീതിയിലും ഇദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയിട്ടുണ്ടോ? ഇതും ഈ നാടിൽ അറിയേണ്ടത്. കണ്ട തള്ളാനും പറ്റണില്ല, കൊള്ളാനും പറ്റണില്ല. ഒരു വിഷമം പോലെ ഒരു ജീവൻ രക്ഷ ക്യാപ്സ്യൂൾ അങ്ങോട്ട് ഇറക്കിയാലോ കോമ്രേഡ്? പാർട്ടി എടുക്കേണ്ട സംഘടനാപരവും സംഘടനയിൽ അധിഷ്ഠിതമായി ഒരു ഭരണരംഗത്ത് എത്തിച്ചേർന്ന സഖാവിന്റെ പേരിൽ എടുക്കേണ്ട ഒരു നടപടിയുമാണ് പാർട്ടി കൈക്കൊണ്ടത്. അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് ദിവ്യ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കരിവേപ്പിനെ പോലെ തള്ളിക്കളിയത്? അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലല്ലോ. അല്ല, സഖാക്കളുടെ കാര്യം വരുമ്പോ എപ്പോഴും അങ്ങനെയാണല്ലോ. വേറൊരു ഉദാഹരണം പറയാലോ. മുകേഷ് MLA കാര്യം നോക്ക്. മുകേഷിനെതിരെ തെളിവുണ്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ചിട്ടും ഈ പറഞ്ഞ അന്വേഷണം നടക്കട്ടെ എന്നല്ലാണ്ട് വേറെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? കുറ്റവാളികൾക്ക് ആണ് എന്ന് കണ്ടാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു അംശം പോലും അവർക്ക് ഇത് കിട്ടില്ല, രക്ഷ കിട്ടില്ല. വിക്ടിമിന് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റാണ്. വൈദ്യുതി നമ്മൾ വിഷയത്തിൽ തന്നെ മറന്നു. അപ്പൊ പറഞ്ഞു വന്നത് PP ദിവ്യയുടെ കാര്യം. സംഘടനാപരമായ കാര്യത്തിൽ നടപടി എടുത്തെങ്കിലും PP ദിവ്യനെ പൊതുമധ്യത്തിൽ തള്ളി പറയാൻ നമ്മുടെ കോംറേഡ്സിന് മൊത്തത്തിൽ ഒരു വിമിഷ്ടായിരുന്നു. എന്നാൽ പൊതുവിൽ ജനങ്ങൾ കരുതുന്നത് ഇന്ത്യയെ ഒരു അഴിമതിക്കാരനല്ല എന്നാണ്. അതൊരു ഭാഗമുണ്ട്. മറ്റത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദ്ദേഹത്തിനെ നയിക്കുന്ന ചില തെളിവുകളുമുണ്ട്. അത് അദ്ദേഹം പറയുന്നത് എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാതാണ്. അതുകൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ജയരാജൻ സഖാവിന്റെ സമയം തീരെ ശരിയല്ലാന്ന് തോന്നുന്നു. നവീൻ ബാബുവിനെതിരായ കൈക്കൂലി ആരോപണം അന്വേഷിക്കണം എന്നാണ് ജയരാജൻ സഖാവ് പറഞ്ഞത്. പിന്നല്ലാണ്ട് നമ്മുടെ കുട്ടീനെ പിടിച്ച് ജയിലിൽ ഇട്ട സ്ഥിതിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്താ കഥ? ദിവ്യക്കെതിരായി നിങ്ങൾ കുറേയേറെ പ്രചാരവേല നടത്തിയിരുന്നു. പക്ഷേ ADMന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ്. സത്യമാണ്. ADMന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ്. സത്യമാണ്. സമാധാനം അവസാനം സമ്മതിച്ചല്ലോ. സമാധാനിക്കണ്ട. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ തിരുത്തി പറയാന്നുള്ളത് ഞങ്ങളുടെ നേതാക്കളുടെ ഒരു ശീലാണ്. അതുകൊണ്ട് ഇരുട്ടുന്നതിന് മുന്നേ തന്നെ വന്ന് മൂപ്പരത് തിരുത്തി പറഞ്ഞു. മാത്രമല്ല മാധ്യമങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഒരു വാചകം അടർത്തിയെടുത്ത് അത് താന്താങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ വാർത്ത ചമച്ച് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ CPIM ജില്ലാ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വാർത്തയും കിട്ടാത്തതിനെ തുടർന്ന് വാർത്താ ദാരിദ്ര്യത്തെ തുടർന്നുള്ള ആത്മവഞ്ചന വാർത്തയാണത്.
അവനവൻ പറഞ്ഞ കാര്യത്തിന് പിന്നെ മാധ്യമങ്ങളുടെ മെക്കിട്ടേറി. ഹാവ് ആശ്വാസം, സഖാക്കളുടെ മാനം കാത്തു. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ഈ സഖാവിന് ഇത് എന്ത് പറ്റിയെന്ന്. PP ദിവ്യയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞതേ നമുക്കും പറയാനുള്ളൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും.